ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദവമായ സ്വാഗതം. ഈ അധ്യായത്തിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് അത്തം നക്ഷത്രത്തിൻ്റെ 2026 ആണ്ട് ജനുവരി ഫെബ്രുവരി മാസങ്ങളിലെ ഗുണദോഷ ഫലങ്ങളാണ്. ഞാൻ ആദ്യമായി ഒന്ന് പറഞ്ഞോട്ടെ, ഇത് അത്തം നക്ഷത്രക്കാരുടെ പൊതുവായ ഫലമാണ് നമ്മളിവിടെ വിശകലനം ചെയ്യുന്നത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തിഗത ഫലം ലഭിക്കുന്നതിനായിട്ട് നിങ്ങളുടെ ജാതകം ഒരു ഉത്തമനായ ജ്യോതിഷിയെ കാണിച്ച് രാശി ചിന്തന നടത്തി മുന്നോട്ട് പോകുന്നതാണ് എന്തുകൊണ്ടെന്നുള്ളത്. ഇനി പൊതുവായ ഫലത്തിലേക്ക് വരാം. ഈ അത്തം നക്ഷത്രക്കാർക്ക് 2026 ആണ്ട് സമ്മിശ്രകാലമായിട്ട് കാണുന്നു. ജനുവരി ഫെബ്രുവരി മാസവും ഇങ്ങനെ തന്നെയാണ്, സമ്മിശ്രകാലം തന്നെയാണ്. തൊഴിൽ രംഗത്ത് വിജയമാണ് കൂടുതലായിട്ട് എടുത്ത് പറയേണ്ടത്. ഈ സമയത്ത് നിങ്ങൾക്ക് തൊഴിൽ രംഗത്ത് വിജയമുണ്ടാവും. അതുപോലെ തന്നെ സന്താനങ്ങൾക്ക് വിദ്യാഭ്യാസത്തിലൂടെ ഉയർച്ച ഉണ്ടാകുന്ന സമയമാണ്. സമൂഹത്തിലും ജീവിതത്തിലൊക്കെ വിദ്യാഭ്യാസം കൊണ്ട് നിങ്ങൾക്ക് ഉയർച്ച ഉണ്ടാവും. കുട്ടികൾക്ക് കുടുംബത്തിൽ സന്തോഷം അനുഭവപ്പെടുന്ന സമയമാണ്. ജനുവരി മാസമൊക്കെ ആകുമ്പോൾ കുടുംബത്തിൽ സന്തോഷത്താൽ ഒത്തിരി കാര്യങ്ങൾ നടക്കും. സന്തോഷകരമായ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും. ഈ വിവാഹ ചിന്തനം നടത്തുന്നവർക്കൊക്കെ ഫെബ്രുവരി മാസമൊക്കെ ആകുമ്പോൾ സർക്കാർ ജോലിയുള്ള ഒരു ജീവിത പങ്കാളിയെ ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ജീവിതത്തിൽ പൊതുവെ എല്ലാ കാര്യത്തിലും ഉയർച്ച ഉണ്ടാകുന്ന സമയമാണ് ഈ ജനുവരി ഫെബ്രുവരി മാസം. നിങ്ങൾ മേലുദ്യോഗസ്ഥൻ്റെ പ്രീതി തീർച്ചയായിട്ടും സമ്പാദിക്കും. അതുപോലെ തന്നെ അക്ഷീണമായ പരിശ്രമം മൂലം നിങ്ങൾ നഷ്ടങ്ങളൊക്കെ ഒരുവിധം ഒഴിവാക്കാൻ സാധിക്കും. ജീവിതത്തിൽ നാളിതുവരെ ഉണ്ടായിരുന്ന ഒരു നിരാശബോധം അതൊക്കെ നിങ്ങൾക്ക് ഈ സമയത്ത് മാറിക്കിട്ടുന്നതാണ്. വ്യവഹാരങ്ങളിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയം പ്രതീക്ഷിക്കാം. എന്നാൽ അകാരണമായിട്ടുള്ള ഭീതി നിങ്ങളെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കും, നിങ്ങളുടെ മനസ്സിനെ പിടികൂടും. നിങ്ങൾ ചിന്തിച്ച് പ്രവർത്തിക്കേണ്ട സമയമാണ് ഈ ജനുവരി ഫെബ്രുവരി മാസം. നിങ്ങളുടെ എടുത്തുചാട്ടങ്ങളൊക്കെ അപമാനത്തിനും ധനനഷ്ടത്തിനും കാരണമാകും. വ്യാപാരികൾക്ക് കാലം അനുകൂലമായിട്ട് കാണുന്നു. അതുപോലെ തന്നെ കലാകാരന്മാർക്ക് പ്രതീക്ഷിച്ചിരുന്ന നേട്ടങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. ഫെബ്രുവരി മാസമൊക്കെ ആകുമ്പോൾ കലാകാരന്മാർക്ക് കുറച്ച് മോശം സമയമാണ്. നിങ്ങൾക്ക് പലരും പല മത്സരങ്ങളിലും പിന്നോട്ടടിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. നിങ്ങൾക്ക് വിജയപ്രതീക്ഷ ഉണ്ടായിരുന്ന പല കാര്യങ്ങളിലും നിങ്ങൾ പിന്നോട്ടടിക്കുന്നതാണ്. ഇതിലെടുത്ത് പറയേണ്ട ദമ്പതികാർക്ക് വളരെ ഗുണകരമായ സമയമാണ്. സന്താന ഭാഗ്യം നിങ്ങൾക്ക് വേണ്ടുവോളമുള്ള സമയമാണ്. അതുകൊണ്ട് ദമ്പതികൾക്ക് ഗുണകരമായ സമയമാണ്. ഇതിന് ഈ സമയത്ത് സന്താന ഭാഗ്യമില്ലാതെ ഇരിക്കുന്ന ദമ്പതിമാർക്ക് ഞാൻ ചില വഴിപാടുകളൊക്കെ അവസാനം പറഞ്ഞു തരാം. പല വിഷമങ്ങൾക്കും രമ്യമായ പരിഹാരം നിങ്ങൾക്ക് തീർച്ചയായിട്ടും കണ്ടെത്താൻ സാധിക്കും. അതുപോലെ തന്നെ ആരോഗ്യകാര്യങ്ങളിലൊക്കെ ശ്രദ്ധ ഉണ്ടാകേണ്ട സമയമാണ്. സഹോദരങ്ങളെ സഹായം ചെയ്ത് അത് നഷ്ടപ്പെടാതിരിക്കാനുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒരു പരിധി കൂടുതൽ സഹോദരങ്ങളെ സഹായിച്ചിട്ട് അവരുടെ വെറുപ്പ് സമ്പാദിക്കുക. അതല്ല എങ്കിൽ സഹോദരങ്ങൾ നമ്മളെ സഹായിക്കുന്ന ചില അവസരങ്ങൾ അതും നമുക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ സഹോദരങ്ങളുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കിയും കണ്ടും ചെയ്യുക. അങ്ങോട്ട് സഹായിക്കേണ്ടതാണെങ്കിൽ അതുപോലെ സഹായിക്കുക. തിരിച്ച് ലഭിക്കേണ്ട സഹായങ്ങൾ ലഭിക്കുന്നതിനായിട്ട് അവരെ പിണക്കാതിരിക്കുക. തീർച്ചയായിട്ടും സന്താനങ്ങൾക്ക് തൊഴിൽ നേട്ടമുണ്ടാകുന്ന സമയമാണ്. നിങ്ങളുടെ സന്താനങ്ങൾക്ക് ഇപ്പോൾ തൊഴിൽ ഇല്ലാതിരിക്കുന്നവർ അല്ലെങ്കിൽ തൊഴിൽ നോക്കിക്കൊണ്ടിരിക്കുന്നവർക്കൊക്കെ തൊഴിൽ നേട്ടമുണ്ടാകുന്ന സമയം തന്നെയാണ് ഈ ജനുവരി ഫെബ്രുവരി മാസം. ഇതിൽ ഫെബ്രുവരി മാസമൊക്കെ ആകുമ്പോൾ പുതിയ കരാറുകളൊക്കെ നിങ്ങൾ ബിസിനസ്സുകാരൊക്കെ പുതിയ കരാറിലൊക്കെ ഏർപ്പെടും. ചിലർക്കൊക്കെ ഗൃഹത്തിലിരുന്നു കൊണ്ട് തന്നെ പുതിയ ജോലി ചെയ്യാവുന്ന പുതിയ ജോലിയിലൊക്കെ സ്ത്രീകളൊക്കെ പ്രവേശിക്കും. വീട്ടിൽ ഇരുന്നു കൊണ്ട് തന്നെ നിങ്ങൾക്ക് ജോലി ചെയ്യാവുന്ന രീതിയിലുള്ള ജോലി ലഭിക്കും. പ്രത്യുപകാരം ചെയ്യാനുള്ള അവസരങ്ങളൊക്കെ നിങ്ങൾ നന്നായിട്ട് വിനിയോഗിക്കുന്ന സമയമാണ് ഈ ഫെബ്രുവരി മാസം. ജീവിതശൈലിയിലൊക്കെ നിങ്ങൾ മാറ്റങ്ങൾ വരുത്തുന്ന സമയമാണ്. നാളിതുവരെ ഉണ്ടായിരുന്ന രീതിയിൽ നിന്നും മൊത്തത്തിലൊന്ന് അടിമുടി മാറി നിങ്ങളൊരു പുതിയ രീതിയിലേക്കുള്ളൊരു ജീവിതത്തിൽ പ്രവേശിക്കുന്ന സമയമാണ്. വിദേശ യാത്രയ്ക്കുള്ള ശ്രമം ചിലപ്പോൾ ഫലം കണ്ടു എന്ന് വരില്ല. മക്കളുടെ കാര്യങ്ങൾക്കായി യാത്ര ചെയ്യേണ്ടതായിട്ട് വരുന്ന സമയം കൂടിയാണ് ഫെബ്രുവരി മാസം. സന്താനങ്ങളുടെ ആരോഗ്യകാര്യങ്ങളിലൊക്കെ ഒരു മനോദുഃഖം അനുഭവിക്കേണ്ട സാഹചര്യങ്ങൾ വന്നുപെടുന്നതാണ്. ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂല സമയം തന്നെയാണ് ജനുവരി ഫെബ്രുവരി മാസം. വിലപ്പെട്ട രേഖകളൊക്കെ നഷ്ടപ്പെടാനുള്ള സാധ്യതയുള്ള സമയമാണ് ഈ 2 മാസങ്ങൾ. വാക്കുതർക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളതിനാൽ സംസാരത്തിലൊക്കെ അതീവ ശ്രദ്ധ ഉണ്ടാകേണ്ട സമയമാണ്. നിങ്ങൾ മുഖത്തടിച്ചുള്ള സംസാരങ്ങളൊക്കെ അല്ലെങ്കിൽ കലിതുള്ളിക്കൊണ്ടുള്ള സംസാരങ്ങളൊക്കെ ഈ സമയത്ത് ഒന്ന് ഒഴിവാക്കുക. ദേഷ്യത്തിനേക്കാൾ ഗുണകരം യുക്തിബോധമായിരിക്കും നിങ്ങളുടെ മനസ്സിനെ ഭരിക്കുന്നത്.
യുക്തിബോധത്തോടെ മനസ്സ് ഭരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ 2 മാസം ശ്രേഷ്ഠകരമായിട്ടുള്ള ഒരു മാസമാക്കി മാറ്റാൻ പറ്റുന്നതാണ്. ഗുണദോഷ ഫലങ്ങളിൽ ദോഷഫലങ്ങളുടെ കാഠിന്യം കുറയ്ക്കാനും സൽഫലങ്ങളുടെ മാറ്റ് വർദ്ധിക്കാനുമായിട്ട് നിങ്ങൾ ശനിയാഴ്ച വ്രതം എടുത്ത് അയ്യപ്പ ഭജനം നടത്തുന്നത് വളരെ ഗുണകരമായിരിക്കും. അതുപോലെ തന്നെ പൊതുവേ ഈ അവത്ത നക്ഷത്രക്കാർക്ക് 2026 ആണ്ട് ശ്രീകൃഷ്ണ പ്രീതി നേടിയെടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ സർവ്വകാര്യ വിജയം നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. വ്യാഴാഴ്ച ദിവസങ്ങളിലൊക്കെ അല്ലെങ്കിൽ ബുധനാഴ്ച ദിവസങ്ങളിലൊക്കെ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം ദർശിക്കുക, പാൽപായസം, തുളസിമാല തുടങ്ങിയ വഴിപാടുകളൊക്കെ ചെയ്യുക. മഞ്ചാടിക്കുരു, കുന്നിക്കുരു എന്നിവ പറ നിറക്കുകയൊക്കെ ചെയ്യുന്നത് ഗുണകരമാണ്. എല്ലാം ഉപരി ഭഗവാന്റെ മുന്നിൽ പ്രാർത്ഥിക്കുന്നതോടെ നിൽക്കുക. സ്വന്തം കഷ്ടവും നഷ്ടവും സങ്കടവും ഒക്കെ ഭഗവാന്റെ കാൽക്കൽ വെക്കുക. ഭഗവാന്റെ ചരണങ്ങൾ അഭയം പ്രാപിക്കുകയൊക്കെ ചെയ്താൽ ബാക്കി കാര്യങ്ങൾ ഭഗവാൻ നോക്കിക്കൊള്ളും. എല്ലാവർക്കും ഭഗവാന്റെ കാരുണ്യത്താൽ നല്ലൊരു സമയമുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള മാസങ്ങളിലെ വീഡിയോ കൃത്യമായി ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.